ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഈ ഒരു ചേട്ടൻ അയച്ച മെസ്സേജോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബ്രോ വളരെ താങ്ക്സ് ഉണ്ട് കേട്ടോ പറഞ്ഞത്. ഞാൻ ഒരുപാട് പേരോട് ചോദിച്ചതാണ്. കാരണം എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യുമ്പോൾ മാത്രം വീണ്ടും ഹോം പേജിലേക്ക് പോയി ശരിയാണെന്നില്ല. അപ്പോൾ ബ്രോ പറഞ്ഞതനുസരിച്ച് ഞാൻ സിസ്റ്റത്തിൽ ചെയ്തപ്പോൾ അത് ശരിയായി, വെരിഫിക്കേഷൻ ശരിയായിട്ട് ഇപ്പോൾ ഇന്ന് മെസ്സേജ് വന്നു, വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയിരുന്നുകൊണ്ട് വീണ്ടും മോണിറ്റൈസേഷനായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് താങ്ക്സ് ഉണ്ട് ബ്രോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെറുതും വലുതുമായ എല്ലാ ഡൗട്ടുകളും നമ്മളോട് പലരും ചോദിക്കാറുണ്ട്. അതായത് നമ്മുടെ ചാനൽ കണ്ട് ഒരുപാട് പേർ ഇത്തരത്തിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് എല്ലാം അയക്കാറുണ്ട്. അവരെ നമുക്ക് പറ്റുന്ന രീതിയിൽ സഹായിക്കാൻ സാധിക്കുമെങ്കിൽ അതുതന്നെയാണ് നമ്മുടെ ചാനലിൻ്റെ ലക്ഷ്യം. അതിനാൽ തന്നെ ഒരുപാട് പേർ ഇത്തരത്തിൽ ഈ മെസ്സേജ് എല്ലാം അവർക്ക് ഡൗട്ടുള്ള കാര്യത്തെക്കുറിച്ചെല്ലാം അയക്കാറുണ്ട്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കേട്ടത് ഇതുപോലെ എനിക്ക് മെസ്സേജ് അയക്കുന്ന ഒരാൾ അവർക്ക് വന്നിരിക്കുന്ന ഈ ഒരു ഇഷ്യൂ റിസോൾവ് ആയപ്പോൾ അവരുടെ ഒരു സന്തോഷമെല്ലാം അറിയിച്ചതാണ്. അപ്പോൾ ഇതുപോലെ ഒരുപാട് പേർക്ക് നിങ്ങൾക്കും എന്തെങ്കിലും ഡൗട്ട് എല്ലാം ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാനും സാധിക്കും. എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്തു തരിക എന്നത് തന്നെയാണ് ഈ ഒരു ചാനലിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരുപാട് പേർക്ക് ഇത്തരത്തിൽ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ സഹായമെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. അതിനാൽ തന്നെ അവർ അത്തരത്തിൽ ആ ഒരു സന്തോഷമെല്ലാം ഷെയർ ചെയ്യുമ്പോൾ അതെല്ലാം തന്നെ വളരെയധികം എനിക്കും സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ നിങ്ങൾ കരുതും ചെറിയ ചാനലുകൾ മാത്രമാണ് നമ്മളോട് ഡൗട്ട് ചോദിക്കുന്നത് എന്ന്. എന്നാൽ അപ്രകാരമല്ല, ഒരുപാട് വലിയ ചാനലുകൾ, അതായത് ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സ് എല്ലാം ഉള്ള ചാനലുകളും നമുക്ക് മെസ്സേജ് അയച്ച് അവരുടെ ഡൗട്ടുകളെല്ലാം ക്ലിയർ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഉദാഹരണമായി നിങ്ങൾ ഈ ലാസ്റ്റ് 90 ദിവസത്തിൽ എനിക്ക് വന്നിരിക്കുന്ന ഈ സബ്സ്ക്രൈബേഴ്സിൻ്റെ ലിസ്റ്റ് നോക്കിയാൽ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാകും. അവർക്ക് 90K സബ്സ്ക്രൈബേഴ്സ്, അതുപോലെ 55,000 സബ്സ്ക്രൈബേഴ്സ്, 48,000 സബ്സ്ക്രൈബേഴ്സ്, 19,000 സബ്സ്ക്രൈബേഴ്സ്, 17,000 സബ്സ്ക്രൈബേഴ്സ്, ഇങ്ങനെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് എല്ലാമുള്ള ഒരുപാട് ചാനലുകൾ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്നു. അതുപോലെ അവരുടെ ഡൗട്ടെല്ലാം നമ്മളുമായി ഷെയർ ചെയ്യാറുണ്ട്. നമുക്ക് പറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ നമുക്കറിയാവുന്ന കാര്യങ്ങൾ അവരുമായി ഷെയർ ചെയ്യുക എന്നത് തന്നെയാണ് ഈ ഒരു ചാനലിൻ്റെ ലക്ഷ്യം. അപ്പോൾ നിങ്ങളും ഒരു ക്രിയേറ്റർ ആണെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് എല്ലാം ഉണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലൂടെ ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. ഇന്ന് നമ്മൾ നോക്കുന്നത് യൂട്യൂബിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ കുറച്ച് അപ്ഡേറ്റ്സുകളെ കുറിച്ചാണ്. യൂട്യൂബിൽ ഇപ്പോൾ ലേറ്റസ്റ്റായി വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ്, ഇത് നിങ്ങളുടെ YT സ്റ്റുഡിയോയിൽ വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ്. YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു പ്ലസ് ഐക്കൺ വന്നിരിക്കുന്നത് കാണാം. ഇതിൽ ടാപ്പ് ചെയ്തതിന് ശേഷം ഇപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റായി ഈ YT സ്റ്റുഡിയോയിൽ നിന്ന് തന്നെ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. നേരത്തെ നമ്മൾ യൂട്യൂബ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തെല്ലാമാണ് ഇത്തരത്തിൽ നമ്മുടെ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്തിരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ ഒരു ഫീച്ചർ ഒരുപാട് നാളായി ഇത് വരും എന്ന് പറയുന്നു. എന്നാൽ ഇപ്പോൾ ഈ ഒരു ഫീച്ചർ എൻ്റെ ഈ ഒരു ഐഫോണിൽ വന്നിട്ടുണ്ട്. ആൻഡ്രോയിഡിൽ ഇത് വന്നിട്ടുണ്ടോ എന്ന് ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയിട്ടില്ല. നിങ്ങൾക്ക് ഇത് വന്നിട്ടുണ്ടോ എന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ ഈ iOSൽ ഈ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു വിൻഡോ എല്ലാമാണ് വരിക. ഇവിടെ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ഷോർട്സ് വീഡിയോസ് അല്ലെങ്കിൽ ലോങ് വീഡിയോസ് എല്ലാം ഇവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ വളരെ നല്ലൊരു അപ്ഡേറ്റ് ആണിത്. അതായത് നിങ്ങൾക്ക് ഇനി യൂട്യൂബ് ആപ്ലിക്കേഷനിൽ പോയി വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഡയറക്റ്റായി ഇവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇപ്രകാരം വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യാം. യൂട്യൂബ് ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഇവിടെ പോസ്റ്റ്, ലൈവ്, ഷോർട്സ്, വീഡിയോ ഇങ്ങനെ സെപ്പറേറ്റ് ടാബ് എല്ലാമാണ് കണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു ടാബ് ഒന്നും ഇവിടെ കാണുന്നില്ല. ഡയറക്റ്റായി നമുക്ക് അപ്ലോഡിംഗ് സ്ക്രീനിലേക്കാണ് പോകുന്നത്. അതിനാൽ തന്നെ നമുക്ക് ഷോർട്സ് അല്ലെങ്കിൽ ലോങ് വീഡിയോ ഏതാണ് നിങ്ങൾക്ക് വേണ്ടത് അത് സെലക്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യാം. അത് ഓട്ടോമാറ്റിക്കായി നമുക്ക് കാറ്റഗറൈസ് ചെയ്യുന്നതായിരിക്കും. ഇനി ഫ്യൂച്ചറിൽ ഇതുപോലെ വന്നിരിക്കുന്ന ഈ ടാബ് എല്ലാം ഇത് നമ്മുടെ YT സ്റ്റുഡിയോ ആപ്ലിക്കേഷനിൽ ഈ പ്ലസ് ഐക്കണിൽ ആഡ് ചെയ്യുമോ എന്ന് നമുക്ക് കാത്തിരുന്നു കാണാം. എന്തായാലും ഇപ്പോൾ ഈ ഒരു ഫീച്ചർ നിങ്ങൾക്കെല്ലാം ലഭിച്ചിട്ടുണ്ടാകും. അതിനാൽ തന്നെ ഈ ഒരു ഫീച്ചർ യൂസ് ചെയ്ത് വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്ത് നോക്കുക. ഇനി മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഒരുപാട് ക്രിയേറ്റേഴ്സിന് ഇപ്പോൾ ഇതുപോലെ ഒരു മെസ്സേജ് നിങ്ങളുടെ YT സ്റ്റുഡിയോയിൽ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ടാകും. ഹിയർ യുവർ ചാൻസ് ടു ഹെൽപ്പ് മേക്ക് യൂട്യൂബ് ബെറ്റർ ഫോർ ക്രിയേറ്റേഴ്സ്, ഗെറ്റ് സ്റ്റാർട്ടഡ് വിത്ത് ദിസ് ക്വിക്ക് സർവേ എന്ന് പറഞ്ഞ്, അതായത് ഈ ഒരു ഓപ്ഷൻ വന്നിരിക്കുന്നത് ഇത് തീർച്ചയായും നമ്മൾ ചെയ്തിരിക്കുക. സ്കിപ്പ് ചെയ്ത് ഇത് കളയാതിരിക്കുക. നിങ്ങൾക്ക് ഇപ്പോൾ ബിസി ആണെങ്കിൽ ഈ സ്ക്രീൻ സ്കിപ്പ് ചെയ്യാതെ വയ്ക്കുക. പിന്നീട് നിങ്ങൾക്ക് ഇത്തരത്തിൽ ഈ ഒരു സർവേ എല്ലാം സമയം കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ സാധിക്കും.
അതിനാൽ തന്നെ കുറച്ച് ദിവസമെല്ലാം ഈ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു സർവേ നമ്മൾ കറക്റ്റായി കൊടുക്കുന്നത് കൊണ്ടുള്ള കാര്യമെന്ന് പറയുന്നത് യൂട്യൂബിന് തന്നെ അവരുടെ സർവീസ് എല്ലാം അനലൈസ് ചെയ്യാനും അതുപോലെ ക്രിയേറ്റേഴ്സിന് വേണ്ടി യൂട്യൂബിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അതിൽ കൂടുതൽ ബെറ്റർമെൻ്റ് ആയി, അതായത് കൂടുതൽ നന്നാക്കി കാര്യങ്ങളെല്ലാം കൊണ്ടുവരാനും സാധിക്കും. അതിനാൽ തന്നെ ഏതൊരു ക്രിയേറ്ററും സ്കിപ്പ് ചെയ്യാതെ ഈ ഒരു സർവേ കംപ്ലീറ്റ് ചെയ്യുക. ഇത് നിങ്ങളുടെ ചാനലിനും ഗുണം ചെയ്യുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്